നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെക്കൻ ഗസയിലെ റഫയിൽ കരയാക്രമണം ആരംഭിച്ച ഇസ്രായേൽ സൈന്യം. ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പുതിയ US നിർദ്ദേശം ഖത്തർ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അമേരിക്കൻ ബന്ദിയായ അലക്സാണ്ടറുടെ മോചനത്തിന് പകരമായി ഗാസയിൽ ശാന്തത പാലിക്കാനും സ്ഥിരമായ വെടിനിർത്തലിനായി ചർച്ചകൾ പുനരാരംഭിക്കാനും ആഹ്വാനം ചെയ്യുന്നൊരു പ്രസ്താവന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിപ്പിക്കും എന്നാണ് ട്രംപ് മുന്നോട്ടുവച്ച ഉപാധി. ഇതിൽ മൂക്കും കുത്തി വീണിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ. ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ കരാർ അംഗീകരിക്കുന്നുവെന്ന് ഹമാസ് അറിയിച്ചു. 2 ദിവസം മുമ്പ് ലഭിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഹമാസ് ശനിയാഴ്ച മധ്യസ്ഥരെ അറിയിച്ചു. ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി 2 ദിവസം മുമ്പ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ഹമാസ് നേതാവ് ഖലീൽ അൽ-ഹയ്യ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. പുതിയ വെടിനിർത്തൽ കരാറിനോട് ഇസ്രയേലിൽ നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള വാർത്താ ഏജൻസിയുടെ അന്വേഷണത്തോട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കരാറിനെ ഇസ്രയേൽ അട്ടിമറിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് നേതാവ് പറഞ്ഞു. ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ 5 ബന്ദികളെ കൂടി മോചിപ്പിക്കാം എന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ. ഓരോ ആഴ്ചയും ഒരാളെ വീതമെന്ന നിലയിലായിരിക്കും ഇങ്ങനെ മോചിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. മധ്യസ്ഥരിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അമേരിക്കയുമായി സഹകരിച്ച് തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നു ലഭിക്കുന്ന വിവരം. ജനുവരി 19-നാണ് ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ ഗാസയിൽ നിലവിൽ വരുന്നത്. ഇതിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുകയും ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 ഘട്ട വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ പിന്മാറ്റം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഈജിപ്തും ഖത്തറും മുന്നോട്ടുവച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി ഹമാസ് അംഗീകരിച്ചതായി ഇസ്രയേൽ പറഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ ഒരു എതിർ നിർദ്ദേശം സമർപ്പിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രയേലിന്റെ ഈ എതിർ നിർദ്ദേശം US അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. ഗാസയിൽ നിന്ന് പൂർണ്ണമായ IDF പിൻവലിയുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്ന 2ാം ഘട്ടം മാർച്ച് 2-ന് തുടങ്ങേണ്ടതായിരുന്നു. എത്രയും വേഗം ഈ ഘട്ടം തുടങ്ങണമെന്നാണ് ഹമാസ് ആവശ്യം. എന്നാൽ പരിപൂർണമായി ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം IDF അംഗീകരിക്കുന്നില്ല. മറിച്ച് ഹമാസ് അധികാരം ഉപേക്ഷിക്കുകയും നിരായുധീകരിക്കുകയും നേതാക്കളെ നാടുകടത്തുകയും ചെയ്യണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. മാത്രമല്ല മാർച്ച് 18-ന് ഇസ്രയേൽ ഗാസയിലുടനീളം തീവ്രമായ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈദുൽ ഫിത്തർ ആഘോഷത്തിനിടെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന 59 ബന്ദികളെ, അവരിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതുന്നവരെ തിരികെ കൊണ്ടുവരുന്നതുവരെ യുദ്ധം വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഹമാസ് 33 ബന്ദികളെയാണ് മോചിപ്പിച്ചിരുന്നത്. ജനുവരി 19-ന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിനു ശേഷം ഇസ്രയേൽ സൈന്യം റാഫയിൽ കര ഓപ്പറേഷൻ ആരംഭിക്കുകയും ഗാസ മുനമ്പിൽ വ്യോമാക്രമണം തുടരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുന്നത്. ആദ്യഘട്ടം അവസാനിച്ചതിനു ശേഷവും ഇരുവിഭാഗത്തിനും കരാറിന്റെ 2ാം ഘട്ടം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈജിപ്തിന്റെ അതിർത്തിക്കടുത്തുള്ള ഗാസയിലെ തെക്കൻ നഗരമായ റാഫയിൽ ഇസ്രയേൽ കരസേനാ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിരിക്കുകയാണ്. ശാശ്വതമായ വെടിനിർത്തലിനും ഗാസയിൽ നിന്ന് ഇസ്രയേലി പിൻവാങ്ങലിനും പകരമായി പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്ന മുറയ്ക്ക് ബന്ദികളെ വിട്ടയക്കൂ എന്നാണ് ഹമാസ് പറയുന്നത്. ഗാസയിലെ ഇസ്രയേലി സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുള്ള 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുമെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ആ ചർച്ചകൾ ഒരിക്കലും ആരംഭിച്ചില്ല. 1 മാസം മുമ്പ് അവസാനിച്ച വെടിനിർത്തലിന്റെ ആദ്യഘട്ടം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വ്യക്തമായി ഉറപ്പില്ലാതെ നീട്ടണമെന്ന് ഇസ്രയേലും USഉം നിർദ്ദേശിച്ചു. ഹമാസ് ഈ നീട്ടിവെക്കൽ നിരസിച്ചതോടെയാണ് മാർച്ച് 18-ന് ഗാസയിൽ സൈനിക ആക്രമണം പുനരാരംഭിച്ചത്. അതിനുശേഷം പ്രദേശത്തുടനീളം 900-ലധികം പേർ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് നെതന്യാഹു ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കിയതായി ബാക്കിയുള്ള ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ആ ബന്ദികളിൽ ഒരാളായ എൽക്കാന ബോഹ്ബോട്ടിനെ ഹമാസ് പോസ്റ്റ് ചെയ്ത ഒരു പുതിയ വീഡിയോയിൽ തന്റെ മോചനത്തിനായി നെതന്യാഹുവിനോട് അപേക്ഷിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഹമാസിനെ കൊണ്ട് ചുടുചോട് വാരിക്കുന്നത്
ഇറാനാണെന്നതിൽ തർക്കമില്ല. ഇസ്രയേൽ ഹമാസ് സംഘർഷം നിലനിർത്തി അമേരിക്കയ്ക്ക് സംഘർഷം നൽകാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ട്രംപിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അമേരിക്ക പൗരൻ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ മോചനമാണ്. ഹമാസ് ഇസ്രയേൽ സംഘർഷം മുറുകിയാൽ ഇറാനിലേക്കുള്ള ശ്രദ്ധ കുറയുമെന്നാണ് ഖമനേയിയുടെ കണക്കുകൂട്ടൽ. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഇറാൻ, അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് നാവികസേനാ കമാൻഡർ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC നേവിയുടെ കമാൻഡറായ അലിറേസ തങ്സിരിയാണ്. പുതിയ ആണവ ചർച്ചകളിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല അന്ത്യശാസനത്തിനെതിരെ പ്രതികരിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇറാനെതിരെ താൻ നിരവധി തവണയായി ട്രംപിന്റെ ഭീഷണികൾ കേൾക്കുന്നു, അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും തക്സീരി പറയുന്നു. അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ശത്രുതാവളങ്ങളും അവ എവിടെയായിരുന്നാലും ആക്രമിക്കാനുള്ള കഴിവ് ഇറാനുണ്ട് എന്നാണ് തങ്സീരി പറയുന്നത്. ഇറാന്റെ മിസൈൽ ആയുധശേഖരത്തെക്കുറിച്ചോ മേഖലയിലെ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചോ ഉള്ള എല്ലാ ചർച്ചകളെയും തങ്സീരി നിരസിച്ചു. ഇറാൻ ഒരിക്കലും അവരുടെ മിസൈലുകളെക്കുറിച്ചോ റെസിഡൻസ് ഫ്രണ്ടിന്റെ കഴിവുകളെക്കുറിച്ചോ ചർച്ച ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് അയൽക്കാരുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മേഖലയിലെ രാജ്യങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും സൗഹൃദത്തിന്റെ കൈ നീട്ടുന്നു. മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആണവ കരാറിൽ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചതായി സ്ഥിരീകരിച്ച ട്രംപിന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് ഈ പരാമർശങ്ങൾ വന്നത്. ഏകദേശം ഒരു വിധത്തിൽ ഇറാൻ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു. ഒന്നുകിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പരിഹരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇറാന് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇറാനെതിരെ അമേരിക്കയ്ക്ക് സൈനികമായി ഇടപെടേണ്ടി വന്നാൽ അതൊരു ഭയാനകമായ കാര്യമായിരിക്കുമെന്ന് ട്രംപ് ഇറാൻ അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം കത്ത് ഭീഷണിയായി തോന്നിയെങ്കിലും അതിൽ ഇറാന് ചില അവസരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടിന് കാരണമായിട്ടുള്ളത്. 2015 അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, മറ്റ് ലോകശക്തികൾ എന്നിവരുമായി ഇറാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിൽ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി അവരുടെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ ഇറാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2018 ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയെ ഈ സുപ്രധാന കരാറിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണുള്ളതെന്നാണ് ഇറാൻ പലതവണയായി ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ലെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുന്നത്. ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല. അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നും ഖമേനി പറഞ്ഞിരുന്നു. പൊതുശത്രുവിനെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സഹായത്തോടെ ഇറാൻ നശിപ്പിക്കും. ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല. ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ആണ് ഖമേനി പറഞ്ഞിരുന്നത്. തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ളയെ ഇസ്രയേൽ വധിച്ചതിനു പ്രതികാരം ചെയ്യാതെ പോകില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹമാസിനെ മുൻനിർത്തി ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നത് ഇറാൻ തന്നെയാണ്. എന്നാൽ ഹമാസിനെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരാമെന്ന് ട്രംപിന് വ്യക്തതയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.